ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിങ്ങോട്ട് നോക്കി ജനപ്രിയ വാഹനങ്ങളാണ് ഇതാ എൻ്റെ മുന്നിൽ ഇതാ നിരന്ന് കിടക്കുന്നത്. ഓഫ് റോഡിൽ രാജാവായിട്ടുള്ള നമ്മളെ പജേറുണ്ട്. അതുപോലെ തന്നെ ബെൻസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇ ക്ലാസ്, എസ് ക്ലാസ് തുടങ്ങിയ ഫോർച്യൂണർ, അതുപോലെ തന്നെ ക്രിസ്റ്റ, എല്ലാ വാഹനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. അതും ഓഫർ പ്രൈസിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ആരും മിസ് ചെയ്യരുത്. എല്ലാം ഓഫർ പ്രൈസാണ്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നമ്മൾ അർബൻ ഡ്രൈവ് വളാഞ്ചേരിയിലാണ്. ഇപ്പോൾ ലൊക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക്. അജ്മൽ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മൾ കറക്റ്റ് വരുന്നത് മലപ്പുറം വളാഞ്ചേരി കൗമ്പറം എന്ന സ്ഥലത്താണ് നമ്മളെ ഷോറൂം ഉള്ളത്. ഇപ്പൊ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ഷോറൂമിന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഷോറൂമിന്റെ പേര് അർബൻ ഡ്രൈവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഷോറൂമിൽ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? ഏകദേശം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 40-45 സ്റ്റോക്ക് ഉണ്ട്. അല്ലേ? അപ്പൊ നമ്മൾ സെലക്റ്റീവ് വാഹനങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് മാത്രമല്ല, ചെറുവണ്ടികൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ വാഹനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ലോസ്, ഫ്ലഡ്, അങ്ങനെയുള്ള വണ്ടി എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് 100% നമ്മൾ ടോട്ടൽ ലോസ് അതുപോലെ തന്നെ ഫ്ലഡ് ഉള്ള വാഹനങ്ങൾ ചെയ്യൂലല്ലോ. അത് നമ്മൾ പ്രഷർക്ക് ആ വിശ്വാസത്തിൽ വണ്ടി കൊടുക്കും. 100% ഗ്യാരണ്ടിയാണ്. വണ്ടി നമ്മൾ റിട്ടേൺ എടുക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. അപ്പോൾ അത്രയും ഗ്യാരണ്ടിയിൽ അത്രയും കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീസൽ, പെട്രോള്, സെഡാൻ വാഹനം, എല്ലാ വാഹനങ്ങളും ഇവരുടെ ശൈലിയുണ്ട് അല്ലേ? എല്ലാം. പിന്നെ നിങ്ങൾ ഇതില്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കൂല? അപ്പോൾ ലോൺ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ചെറിയ സിബിൽ സ്കോർ ഉള്ളവർക്കൊക്കെ നമുക്ക് എങ്ങനെയുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ ഓരോ വാഹനങ്ങളായിട്ടാണ് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജനപ്രിയ വാഹനമായിട്ടുള്ള പജേറുണ്ട് കാണിക്കാം അല്ലേ? ഓക്കെ, ഒരുപാട് പേരുടെ ഡ്രീം ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഓഫ് റോഡിൽ രാജാവ് എന്ന് പറയാം. നമ്മുടെ വയനാട്ടിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ, ഒരുപാട് എൻക്വയറി വരുന്ന വാഹനം ഏകദേശം 100% 4 ടയർ പുതിയ ചെയ്താണല്ലേ? മോഡൽ എത്രയാണ്? മോഡൽ 2011 മോഡലാണ് വാഹനം വരുന്നത്. SFX ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർ ആയി. അതർ സ്റ്റേറ്റ് വാഹനമായിരുന്നു. ഇതിപ്പോ കേരളത്തിലേക്ക് നമ്പർ ആയതാക്കിയാൽ 55ലേക്ക്. ഓക്കെ, റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. കസ്റ്റമേഴ്സിന് എവിടെ കൊണ്ടിട്ടാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാഹനം എടുത്താൽ മതി. ചെക്ക് ചെയ്യാം. അപ്പൊ ഈ കമ്പനി നിർത്തി വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വാഹനം എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്? വാഹനം 1,25,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊന്നും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ, AC കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ ആ കാര്യത്തിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഈ മോഡലിന് എത്ര മൈലേജ് കിട്ടും? ഇതൊരു നമുക്ക് മാക്സിമം ഒരു 10-11 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കാരണം ഓഫ് റോഡ് പർപ്പസുള്ള ഒരു വാഹനം കൂടിയാണ്. എത്രയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് നമ്മള് ആസ്കിംഗ് പ്രൈസ് 9,50,000 രൂപയാണ്. ഏകദേശം ലോൺ കയറും ഇതിന്? ലോണ് പജീറോക്ക് പൊതുവെ ചെയ്യില്ല. ഫിനാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പറഞ്ഞ റേറ്റിൽ നിന്ന് കുറച്ച് കൊടുത്തൂടെ? അത് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമേഴ്സിന് എന്നാലും എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബെൻസിന് ഒരു കരിമ്പുലിനെ തന്നെ പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ തന്നെ വരുന്നത്. ഇത് 2015 മോഡൽ C ക്ലാസ് ആണ്. C220 ആണല്ലേ? ഓക്കെ, ഒറിജിനൽ കേരള വാഹനമാണ്. അതുപോലെ തന്നെ 2015 മോഡൽ 16 രജിസ്റ്റർ ആണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് യാതൊരു വിധ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? അതെ, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആണ് നിലവിൽ റൺ ചെയ്തിട്ടുള്ള വണ്ടി. അപ്പൊ നമുക്ക് ആ ധൈര്യത്തിൽ വാഹനം കൊടുക്കാൻ സാധിക്കില്ലേ? ലാസ്റ്റ് സർവീസ് ഇപ്പൊ 53 കഴിഞ്ഞിരിക്കുന്നത്. ടയർ ഏകദേശം എത്ര പെർസെന്റേജ് വരുന്നുണ്ട്? ടയർ ഇപ്പൊ ഏകദേശം ഒരു 18% 80% ടയറും കാര്യങ്ങളൊക്കെ വന്ന വാഹനമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് എല്ലാ ഭാഗത്തും അതിന്റെ ഒരു ഒറിജിനൽ കേരള വാഹനത്തിന്റെ ടച്ച് നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും പക്ക വർക്കിംഗ്. അപ്പൊ ഈ ഒറിജിനൽ കേരള വാഹനത്തിന് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് 28 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ടുള്ളത്. വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒറിജിനൽ കേരള പെട്ടെന്ന് നെഗോഷ്യബിൾ അറ്റ് റേറ്റ്. ഇപ്പൊ പറഞ്ഞ റേറ്റിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? മാക്സിമം തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാക്സിമം ലോണും കയറുന്ന ഒരു വാഹനം കൂടിയല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു ബെൻസിന്റെ ഒരു
ഒരു വെള്ള കതറിട്ടൊരു രാജാവിനെ പരിചയപ്പെടാം അല്ലേ? തീർച്ചയായിട്ടും. മോഡൽ എത്രയാണ്? ഈ വാഹനം വരുന്നത് 2014 മോഡലാണ്. അതുപോലെ തന്നെ ഇ ക്ലാസ് 250 ആണ് വാഹനം വരുന്നത്. ഓക്കെ, അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഈ വാഹനം ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 35,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ഈ വാഹനം എടുക്കുന്നവർക്ക് ഭയങ്കര അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ പ്രീമിയം വാഹനം സ്വന്തമാക്കാം. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റ് വാഹനത്തിൽ ലോ കിലോമീറ്റർ വാഹനം എന്ന് പറഞ്ഞാൽ റയർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ 100% ഇതിൽ കിലോമീറ്റർ ജെനുവിൻ ആയി കൊടുക്കാം. പിന്നെ ഈ വാഹനത്തിന് എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഷോറൂമിൽ അവൈലബിൾ ആയ വാഹനമാണ് ഈ വാഹനം. ഓക്കെ, പക്ക ഷോറൂം ഹിസ്റ്ററിയോട് കൂടെയുള്ള വാഹനമാണ്. ഈ വാഹനം വെറും 30 സംതിങ് 34,000 കിലോമീറ്റർ ഓടിയോണ്ട് തന്നെ ആ ഒരു നീറ്റ്നെസ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കും. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പാർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുത്തൂടെ വാഹനം? കൊടുക്കാം. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഈ വാഹനം നമ്മൾ ആസ്ക് ചെയ്യണത് 18 റുപ്യാണ്. നമ്മളൊരു 17 ലെവലിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 17 ലക്ഷം രൂപ ലെവലിൽ നമുക്ക് ഈ വാഹനം ചെയ്തു കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ തന്നെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോ NOC ഉള്ള റേറ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇനി SUV സെഗ്മെന്റിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫോർച്യൂണർ പരിചയപ്പെടാം. ഈ വാഹനത്തിന് ഷാറൂഖ് ഖാനൊക്കെ ആരാധകരാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഏക ഒരു SUV ടൈപ്പ് വാഹനം ഏതാ വെച്ചാൽ നമുക്ക് ഫോർച്യൂണർ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു സാധാ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന മെയിൻ്റെനൻസ് ഈ വലിയൊരു വാഹനത്തിന് ആവുന്നുള്ളൂ. കൂടാതെ ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാ കംഫർട്ട് എല്ലാം കൊണ്ട് ഒരു ഒത്തൊരു വാഹനം ഏതാ വെച്ചാൽ നമുക്ക് ടയോട്ടയുടെ ഫോർച്യൂണർ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ബ്രോ, ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത്? ഈ വാഹനം വരുന്നത് 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2 വീൽ ഓട്ടോമാറ്റിക്. അതെ, അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഡൽഹി രജിസ്ട്രേഷനിലാണ് വാഹനം ഉള്ളത്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? നിലവിൽ ഇപ്പോ 1,50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഈ കിലോമീറ്റർ ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? 100% കൊടുക്കാം. ലാസ്റ്റ് സർവീസ് 1,44,000 ഷോറൂമിൽ കഴിഞ്ഞു. അപ്പൊ അത്ര ഗ്യാരണ്ടിയിൽ കൊടുത്തൂടെ? തീർച്ചയായിട്ടും വന്നിട്ട് പിന്നെ ഹിസ്റ്ററി തെറ്റിയതുകൊണ്ട് പോകില്ലല്ലോ. ഒന്നും പോകില്ല. നമ്മൾ അർബൻ ഡ്രൈവ് എന്ന് പറഞ്ഞു വിടരുത്. 100% നമുക്ക് ഗ്യാരണ്ടി ആണ്. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ട്? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഷോറൂമിൽ അല്ലാതെ ഈ വാഹനം സർവീസ് ചെയ്തിട്ടില്ല. ഓക്കെ, ടയർ ഏകദേശം എത്ര പെർസെന്റേജ്? ഏകദേശം നമുക്കൊരു 70 to 80% ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 2 വീല് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും സാധാരണ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ, ഡൽഹി വാഹനങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളും ഡാഷ്ബോർഡൊക്കെ മുഷിഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ആ വാഹനം കൊണ്ടു നടന്നത്. അപ്പൊ ഈ വാഹനം എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റും കൂടി ആയിരിക്കും. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഹനം സ്വന്തമാക്കാം. പിന്നെ അതുപോലെ തന്നെ ഏകദേശം എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മള് ഈ വാഹനം നമുക്കൊരു NOCയിൽ 13,50,000 രൂപക്ക് കൊടുക്കാം. NOCയിൽ 13,50,000 രൂപ. മാക്സിമം ലോൺ നിങ്ങൾ ചെയ്ത് കൊടുക്കും? മാക്സിമം നമുക്ക് ലോണോ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കുമോ? അത് തീർച്ചയായിട്ടും നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ നേരിട്ട് വന്ന് കാണുന്നവർക്ക് കണ്ട് നമ്മൾ ഡീൽ ആവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാക്സിമം നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ബെൻസിന്റെ ഒരു കിടില 7 സീറ്റ് പരിചയപ്പെടാം. ബെൻസിന്റെ 7 സീറ്റർ കിട്ടാൻ നല്ല പണിയാണ്. അതും TN രജിസ്ട്രേഷനുള്ള വാഹനം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മോഡൽ എത്രയാണ്? ഈ വാഹനം വരുന്നത് 2016 മോഡലാണ്. 16 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ആകെ 30,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനമാണ്. ടയർ ഇപ്പൊ നല്ല പുതിയ ചെയ്താണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉള്ളൂ, മൈനർ സ്ക്രാച്ചുകൾ. അതൊക്കെ നിങ്ങൾ പോളിഷ് ചെയ്ത് സെറ്റപ്പ് പോളിഷ് ചെയ്ത പോണ സ്ക്രാച്ചുകൾ ഉള്ളൂ. ഓക്കെ. പിന്നെ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റാണ്. വെറും 30,000 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച ഒരു വാഹനം കൂടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കും ഈ വാഹനത്തിന്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇതിന്? ഇതിന് റേറ്റ് 55 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഡുവൽ സൺറൂഫ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഉത്തമമായ ഒരു 7 സീറ്റർ വാഹനം ബെൻസിൽ. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വാഹനം ടച്ച് ആൻഡ് ഫീൽ ചെയ്തൊന്ന് ഡ്രൈവ് ചെയ്തതിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഈ വാഹനം വിടൂല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലോൺ മാക്സിമം നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇന്നോവ ക്രിസ്റ്റേനെ പരിചയപ്പെടാം. കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വാഹനമാണ്. അതുപോലെ തന്നെ ഫാൻസി നമ്പർ ആണ് വാഹനത്തിന് വരുന്നത്. 3223 ഫാൻസി നമ്പർ ഉണ്ട്.
ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. G4 ഓട്ടോമാറ്റിക്. അപ്പോൾ 2.8. ഓക്കെ. ടയർ ഏകദേശം എത്ര പെർസെന്റേജ് വരും? ടയർ ഏകദേശം 70 to 80% വരുന്നുണ്ട്. ക്രോം ഒക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ട് ഇതിന്റെ ഇന്റീരിയർ ഇതിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അതാണ്. ഇന്റീരിയറിലാണ് ഇതിന്റെ വാഹനത്തിന്റെ ഹൈലൈറ്റ്. അതെ. അപ്പൊ എക്സ്റ്റീരിയർ നിങ്ങൾ പെയിന്റ് ചേഞ്ച് ആക്കി പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ വാഹനത്തിന്റെ റേറ്റ് അങ്ങ് കൂടും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പക്ക ലക്ഷറി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീറ്റ് കവർ ഒക്കെ നിങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഡോർ പാഡ്സ് ഒക്കെ ആയാലും ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. 7 സീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്താണ് ആഡ് ചെയ്താണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റിയറിംഗ് ഒക്കെ ഒരുപാട് റെഡ് കളറിലുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1 ലക്ഷം ഓടിയുണ്ട് നിലവിലുണ്ട്. അതെ, ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനം. റീപ്ലേസ് ഇല്ലല്ലോ, ഒന്നുമില്ല. പക്കാ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. എത്ര ചെറുമട്ടത്തിൽ മോഡിഫൈ ചെയ്ത വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? ഈ വാഹനത്തിന് നമ്മൾ 21 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചെയ്യുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ കേരള വാഹനമാണ്. ഇപ്പൊ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഒരുപാട് പേർക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ കേരള വാഹനത്തിന് അതിൻ്റെതായുള്ള റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം പണിയെടുത്തുക്കണം വണ്ടിമേ. ഓക്കെ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അടുത്തായിട്ട് SUV സെഗ്മെന്റിൽ മൈലേജിന്റെ രാജാവ് എന്തിന്റെ പ്രത്യേകത? ഹൈബ്രിഡ് വാഹനമാണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ 2017 മോഡലാണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഡീസൽ സിംഗിൾ ഓണർ ഹൈബ്രിഡ് വാഹനം. ടയർ ഫുൾ കട്ട് കാണുന്നുണ്ടല്ലോ. 4 ടയർ പുതിയതാണ്. പുതിയ ടയറാണല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലേ? കീലെസ് എൻട്രി ഒക്കെ കാണുന്നുണ്ട്. 24 കിലോമീറ്റർ മൈലേജ് കിട്ടൂല്ലേ? പിന്നെ അതുപോലെ തന്നെ ലോങ് ഓടുന്നവർക്ക്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഓട്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. തീർച്ചയായിട്ടും. കീലെസ് എൻട്രി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല കിടക്കാച്ചി സീറ്റ്, അവർ കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരില്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് സീറ്റ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനമാണ് അല്ലേ? അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ വാഹനം ഇപ്പോഴും നിലനിൽക്കുന്നത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിലാണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിലാണ് വണ്ടി ഇപ്പോഴും നിലവിൽ. അപ്പൊ ഈ വാഹനം എടുക്കുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്, മൈലേജ്, ഇൻഷുറൻസ് തുടങ്ങി ഒരുപാട് ബെനിഫിറ്റ് ഉള്ള 4 പുതിയ ടയറിലൊരു വാഹനം കൂടിയാണ് അല്ലേ? എത്രയാണ് ഈ മൈലേജിന്റെ രാജാവിന് ചോദിക്കണേ നമ്മള്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് പ്രൈസ്. 8.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. ഡീസൽ വാഹനം ഇപ്പൊ മാരുതി ഇറക്കുന്നില്ല, അത്യാവശ്യം ഡിമാൻഡും ഉണ്ടാവും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് കേരളത്തിൽ ഇതുവരെ കണ്ടുവരാത്തൊരു വാഹനം അല്ലേ? എന്താ ഇതിന് പേര്? സാന്റഫർ. ഓക്കെ. ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണല്ലേ? കേരളത്തിലൊന്നും അധികം റയർ ആയിട്ടേ കാണുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഞാൻ തന്നെ കണ്ടപ്പോ ഏതാ വാഹനം തെറ്റിദ്ധരിച്ചു പോയി. ഓക്കെ. ഹുണ്ടായിന്റെ സാന്റഫർ. മോഡൽ എത്രയാണ്? ഈ വാഹനം 2013 ആണ്. ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് ആണോ? അതെ. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ്. ആകെ 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം പ്രീമിയം ആണല്ലോ കാണുമ്പോൾ. അതെ. ഓക്കെ. മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവും അതിന്? മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ കുറവാണ്, പൊതുവെ കുറവാണല്ലേ? മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്കൊരു 15-14 ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കാം അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ 4x4 ആണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പക്ക ലക്ഷറി ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പക്ക ലക്ഷറി ആയിട്ടുള്ള ഇന്റീരിയർ കൂടി വരുന്ന വാഹനമാണ്. സൺറൂഫ് ഇല്ല അല്ലേ? സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. അല്ലാതെ ഒരു കുറവില്ലാത്തൊരു അത്യാവശ്യം ഇപ്പോൾ ആധുനിക ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് പൊതുവെ കുറവാണ്. 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ് കേട്ടോ. ലോണൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യണം? അപ്പോൾ ഇതിന്റെ പ്രൈസ് 6,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാക്സിമം നെഗോഷ്യബിൾ ആട്ടോ. ഈ പറഞ്ഞ ഇന്ന് നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാം. നമ്പർ നിങ്ങൾ ആക്കി കൊടുക്കൂലേ? നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹോണ്ട സിറ്റി പരിചയപ്പെടല്ലേ? സെഡാൻ സെഗ്മെന്റിൽ പെട്രോളോ ഡീസലാണ്. അപ്പൊ നല്ല മൈലേജ് ഇടുന്ന ഒരു വണ്ടി, അത്യാവശ്യം എൻക്വയറി വരുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊതുവെ എല്ലാ സെഡാൻ സെഗ്മെന്റ് വാഹനത്തെ അപേക്ഷിച്ച് മെയിൻ്റെനൻസ് കുറഞ്ഞ വാഹനമാണ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ടയർ ഏകദേശം എത്ര ശതമാനം വരുന്നുണ്ട്? ടയർ ഏകദേശം ഒരു 50% മേലെ വരുന്നുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ
വി ഓപ്ഷൻ അലോയ് വീൽസ് ഒക്കെ ആഡ് ചെയ്ത കമ്പനി കമ്പനി അലോയ് വീൽസ് തന്നെയാണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. 90,000 ഡീസൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റിക്കർ ഒക്കെ കാണുന്നുണ്ട്. ഒറിജിനൽ ഡോക്ടർ ആട്ടോ നിലവിൽ. ഒറിജിനൽ ഡോക്ടറാണ് കേട്ടോ ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവർ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഫോർട്ടൈൻമെന്റ് വാഹനത്തിന്റെ ഹൈലൈറ്റ്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി വാഹനമാണ്. പൊതുവെ നോക്കുമ്പോൾ ഇപ്പോൾ ഹോണ്ട സിറ്റി തപ്പി നടക്കുന്നവർക്ക് ഡീസൽ കിട്ടാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ റിയർ AC വെന്റുകൾ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ അത്യാവശ്യം ലക്ഷറി വാഹനമാണ്. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യണം? അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 7,25,000 രൂപയാണ്. 7,25,000. എത്ര പ്രൈസ് ആട്ടോ. ലോൺ നമുക്കൊരു മാക്സിമം ഒരു 6.5 വരെ ഒക്കെ മാക്സിമം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ ഓടിയ വാഹനം ആരെങ്കിലും തപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടി ഡീസൽ ഹോണ്ട സിറ്റി നമുക്ക് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് ഒറിജിനൽ കേരള ക്രിസ്റ്റൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലേ. മോഡൽ എത്ര? ഈ വാഹനം വരുന്നത് 2017 മോഡലാണ്. V2.4 മാനുവൽ ആണ് ഈ വാഹനം വരുന്നത്. വി ഓപ്ഷൻ ആണ്. അപ്പൊ ഇന്നോവയിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള തുടങ്ങുന്ന ഒരു സെഗ്മെന്റ്. സെഡ്ക്ക് വരുമ്പോ വലിയ മാറ്റമൊന്നുമില്ല, എന്നാൽ കൂടി ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ വീല് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 4 അലോയ് വീൽസ്, പിന്നെ അതുപോലെ തന്നെ ഡീഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഒരു കുറവും വരുത്തില്ല. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. അതുപോലെ തന്നെ 99,000 കിലോമീറ്റർ ആണ് വാഹനം. 99,000 കിലോമീറ്റർ ഓടിയുള്ളത്. 1000 കിലോമീറ്റർ ഓടി നമുക്ക് 1,00,000 കിലോമീറ്റർ ആവില്ലേ? ഓക്കെ, അപ്പൊ തേക്കേണ്ട ആവശ്യമില്ല ആളില്ല. ഓക്കെ, അപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന 7 സീറ്റർ ആട്ടോ വാഹനം. മോഡൽ എത്രയായിരുന്നു? 2017 മോഡൽ ഒറിജിനൽ കേരള വാഹനം. റീപ്ലേസ് ആക്സിഡന്റ് ടോട്ടൽ ലോസ് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഒന്നുമില്ല. എത്ര എക്സ്പെക്ട് ചെയ്യണേ? ഈ വാഹനം ആസ്കിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് 19,25,000 രൂപയാണ്. 19,25,000. എത്ര ലോൺ ചെയ്യാം നമുക്ക്? ലോൺ ഒരു മാക്സിമം ഒരു 17 വരെ നമുക്ക് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ചെറിയ കസ്റ്റമർ ആണെങ്കിൽ അതിന് മേലും ചെയ്യാം. ഓക്കെ, നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ, അത്ര പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് SUV ടൈപ്പുകൾ അതുപോലെ തന്നെ സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓഫ് റോഡിനാണ് ഈ പജേർ ഉണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മൾ അർബൻ ഡ്രൈവിക്ക് ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ വണ്ടി സ്റ്റോക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ ലോൺ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു കിഡിക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.